സോ നമ്മൾ ഓൾറെഡി സിഗ്നിഫിക്കൻസ് ഓഫ് ജിയോളജിയും പിന്നെ ഇതിന്റെ മേളിലുള്ള പോർഷൻ ദാറ്റ് ഈസ് എൻജിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ്സർഫസ് വാട്ടർ പഠിച്ചപ്പോഴൊക്കെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ടത് എന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു. സോ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആക്ച്വലി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ സബ്സർഫസ് വാട്ടറിന്റെ ലെവൽ കണ്ടുപിടിക്കേണ്ടത്? കാരണം അത് കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രോബ്ലംസ് ഞാൻ നേരത്തെ പറഞ്ഞു പോയായിരുന്നു. സോ അത് തന്നെയാണ് ഈ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ സബ്സർഫസ് വാട്ടർ ഇൻ കൺസ്ട്രക്ഷൻ ഒരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഞാൻ ഒന്നും കൂടി ബ്രീഫായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലെവല് നോക്കണം. ഒത്തിരി ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവർക്ക് ഡാംപ്നെസ് കോസ് ചെയ്യും ഫൗണ്ടേഷന്. സോ നമ്മൾ പ്രോപ്പർ ഡ്രെയിനേജ് കൊടുത്തില്ലെങ്കിൽ അത് കുറച്ചും കൂടി സിവിയർ ആവും. ഇപ്പം സീപ്പേജ് ഫ്ലോ ഒക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷന്റെ താഴെയുള്ള സോയിലൊക്കെ ഇറോഡ് ആയി പോകും. അപ്പൊ എന്താ സംഭവിക്കുക? ഫൗണ്ടേഷന്റെ സ്റ്റെബിലിറ്റി തന്നെ എഫക്ട് ചെയ്യില്ലേ? സോ അതാണ് മെയിൻ ആയിട്ട് വരുന്ന ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമിന്റെ ഇടയ്ക്ക് ഡാമിന്റെ അടിയിൽ കൂടി സീപ്പേജ് ഫ്ലോ നടക്കും. സോ ആ സമയത്തും നമ്മൾ എന്താ സീപ്പേജ് ഫ്ലോന്റെ വെലോസിറ്റിയും ആ സോയിലിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ നല്ലോണം മനസ്സിലായിട്ടില്ല എങ്കിൽ ഡാമിന്റെ അടിയിൽ കൂടി സീപ്പേജ് നടന്നാൽ ഡാമിന്റെ അടിയിലുള്ള സോയിൽ ഇറോഡായിട്ട് ഡാം തന്നെ തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. സോ അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സബ്സർഫസ് വാട്ടറിന്റെ ലെവല് നോക്കണം. അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, വെലോസിറ്റി എന്താണ്, സീപ്പേജ് എന്താണ്, എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എക്സ്കവേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്തും സബ്സർഫസ് വാട്ടറിന്റെ ലെവലും ക്വാണ്ടിറ്റിയും അതിന്റെ ഫ്ലോയും നോക്കണം. കാരണം നമ്മൾ എക്സ്കവേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ കുറെ വെള്ളം നമ്മൾ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുറെ വെള്ളം വന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് പിറ്റിലേക്ക് വീഴുന്നത്. സോ അതൊക്കെ നമ്മൾ ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ മോസ്റ്റ് സീരിയസ് പ്രോബ്ലം എൻകൗണ്ടർഡ് ഡ്യൂറിങ് എക്സ്കവേഷൻ ഇസ് ദ സഡൻ ഇൻഫ്ലോ of large quantities of water ആണ്. So groundwater and seepage pressures are the major forces are the major factors for flowing and squeezing the ground. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇഫ് ദ ഗ്രൗണ്ട് വാട്ടർ ഇസ് ഹൈലി കൊറോസീവ് ഇൻ നേച്ചർ, എന്താ സംഭവിക്കുക? ലൈനിങ്ങിനൊക്കെ ഒത്തിരി ഇഫക്റ്റ് ചെയ്യും. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ടണൽസ് ഒക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഹൈലി കൊറോസീവ് ഇൻ നേച്ചർ ആണെങ്കിൽ ആ ലൈനിങ്ങിനെയൊക്കെ ഇത് ഒത്തിരി റിമൂവ് ചെയ്ത് കളയും. അപ്പൊ എന്താ സംഭവിക്കുക? ഒബ്വിയസ്ലി ആ സ്ട്രക്ചറിന് ഡ്യൂറബിലിറ്റി കുറയും. പിന്നെ നമ്മൾ ടണൽസിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ടണൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമ്മളെപ്പോഴും നോക്കാറ് ടണൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മേലിൽ കൺസ്ട്രക്ട് ചെയ്യാനായിരിക്കും നോക്കുന്നത്. പക്ഷെ എന്നാലും തന്നെ നമ്മൾ ടണൽസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ മേലിൽ ടണൽ കെട്ടി അല്ലെ, പക്ഷെ ആ സ്ഥലത്തുകൂടിയായിരുന്നു പണ്ട് വെള്ളം സീപ്പ് ചെയ്ത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ടണൽ കൺസ്ട്രക്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? ആ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ തടഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ അത് കാരണം അവിടെ സർഫസ് റൺ ഓഫിന്റെ ഡിറക്ഷനിലും വെലോസിറ്റിക്കും ഒക്കെ ഒരു ചേഞ്ച് വരും. സോ അങ്ങനത്തെ ചേഞ്ച് വന്നാൽ എന്താ സംഭവിക്കുക? വാട്ടർ ടേബിളിന്റെ ലെവല്, വാട്ടർ ടേബിളിന്റെ ഫ്ലോ അഥവാ വാട്ടർ ടേബിളിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എഫക്റ്റ് ആവും. ഇതൊക്കെ എഫക്റ്റ് ആയാൽ ഇന്റേൺ എന്താ പ്രശ്നം? നമ്മുടെ കൺസ്ട്രക്ഷനെ തന്നെയാണ് അത് ഇന്റേൺ ഇഫക്റ്റ് ചെയ്യുന്നത്. The construction of tunnel not only modifies the subsurface water regime but also influences the surface flow of water in the locality with the corresponding lowering of the വാട്ടർ ടേബിൾ ആണ്. സോ അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. സോ അത് തന്നെയാണ് ഇപ്പം ഞാൻ ഡാമിന്റെ കേസ് പറഞ്ഞത് തന്നെയാണ് ഈ ഒരു ഹെഡിങ്ങിലും വരുന്നത്. ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ്സർഫസ് വാട്ടർ ഇൻ ഡാം പ്രോജക്ട്സിലും ഇത് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇതിൽ ഞാൻ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ ഉണ്ട് സബ്ജക്ട്സിൽ. സോ അതിൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുന്നതല്ല, ഐ ഹാവ് ഓൾറെഡി ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ
സ്ലോപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം സീപേജ് ഫ്ലോ അല്ലെങ്കിൽ വാട്ടറിന്റെ ഫ്ലോന്റെ വെലോസിറ്റി ഒക്കെ ഒത്തിരി ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? ഇപ്പൊ ഒരു സ്ലോപ്പിൽ കൂടി വാട്ടർ ഹൈ വെലോസിറ്റിയിൽ ഒഴുകുവാണെങ്കിൽ ഒബ്വിയസ്ലി സ്ലോപ്പിന്റെ സ്റ്റെബിലിറ്റിനെ ഒക്കെ ഇഫക്റ്റ് ചെയ്യും. Then engineering significance of surface water in irrigation projects. For example, അതിനകത്ത് പറയുന്നത് എന്താണ്? A rise in water table to the root zone of plants causes water logging. So നമ്മൾ സോയിൽ വാട്ടർ പറഞ്ഞിരുന്നു, റൂട്ട് സോണിലുള്ളതാണ് സോയിൽ വാട്ടർ. സോ സോയിൽ വാട്ടർ എക്സസീവ് ആയിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ടർ ലോഗിങ് സംഭവിക്കും. വാട്ടർ ലോഗിങ് സംഭവിച്ചാൽ എന്താ കുഴപ്പം? എന്താ? നമ്മുടെ റൂട്ടിന് ശ്വസിക്കാൻ എയർ വേണ്ടേ? എയറിന് പകരം മൊത്തം വെള്ളം നിറഞ്ഞു നിന്നാലും നമ്മുടെ റൂട്ടിന് ശ്വസിക്കാൻ എയർ ഇല്ലാണ്ടാവും. അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കുക? ഈ റൂട്ടൊക്കെ നിന്ന് അഴുകാൻ തുടങ്ങും. എന്നിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് ഫൈനലി ആ ക്രോപ്പ് തന്നെ ഇല്ലാണ്ടായിപ്പോ. പിന്നെ ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഡെവലപ്മെന്റ് ഓഫ് സെലൈനിറ്റി ഇൻ സോയിൽ ആണ്. വാട്ടർ ലോഗിങ് കൂടിയാൽ നമ്മുടെ സോയിലിന് സെലൈനിറ്റി കൂടും. സെലൈനിറ്റി കൂടിയാൽ എന്താ? pH-നൊക്കെ ഇഫക്റ്റ് ചെയ്യും. pH-നൊക്കെ ഇഫക്റ്റ് ചെയ്താൽ എഗെയിൻ നമ്മുടെ ക്രോപ്സിനെ തന്നെയാണ് അതിനെ ഇഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഗ്രോത്ത്. Undesirable salts in the rising groundwater will be deposited on soil after evaporation. So groundwater ടേബിൾ ഒത്തിരി കൂടുമ്പോൾ എന്താ സംഭവിക്കാം? ഞാൻ പറഞ്ഞു ഓപ്പൺ ഗ്രൗണ്ട് വാട്ടർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഫ്രീ ഗ്രൗണ്ട് വാട്ടർ അൺഫൈൻഡ് അക്വിഫയറിൽ തന്നെ എന്താണ് ഇറ്റ് ഇസ് സസെപ്റ്റബിൾ ടു മോർ പൊല്യൂട്ടൻസ് ആണ്. സോ അതിൽ മിനറൽ കണ്ടന്റ് ഒക്കെ ഒത്തിരി കൂടുതലായിരിക്കും അൺകൺഫൈൻഡ് അക്വിഫയറിനേക്കാളും കൂടുതൽ. വെൻ കമ്പയർഡ് ടു അൺകൺഫൈൻഡ് അക്വിഫയർ, കൺഫൈൻഡ് അക്വിഫയർസിലായിരിക്കും സോൾട്ടും മിനറൽസും ഒക്കെ ഒത്തിരി കൂടുതൽ ഉണ്ടാവുക. സോ അതൊക്കെ മുകളിലേക്ക് കയറി വന്നാൽ ഈ സോൾട്ട് ഒക്കെ സോയിലിൽ തന്നെ പറ്റിപ്പിടിക്കും. എന്താ? വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൽ ബാക്കി വരുന്ന സോൾട്ട് ഈ സോയിലിൽ പറ്റിപ്പിടിച്ചിരുന്നിട്ട് സോയിലിന്റെ pH തന്നെ മാറ്റിക്കളയും. ഓക്കെ, ബിക്കോസ് ഇറ്റ് കോസസ് ആൻഡ് ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ അല്ലേ? Hence, a thorough study of groundwater regime in irrigated and waterlogging areas forms an important step in reclaiming their cultivation. സോ ഈ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സബ് സർഫേസ് വാട്ടറിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. സോ എല്ലാ കേസസിലും സൈറ്റിലും ഒന്നും നമുക്ക് ആവശ്യമുള്ള പോലെ ആയിരിക്കില്ലല്ലോ ഗ്രൗണ്ട് വാട്ടർ. സോ നമുക്ക് അൺഡിസൈറബിൾ ആയിട്ട് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷൻ സേഫ് ആക്കാനും എക്കണോമിക് ആക്കാനും നമ്മുടെ സ്ട്രക്ചറിനെ സേഫ് ആക്കാനും ഒക്കെ വേണ്ടി നമുക്ക് ഈ സബ് സർഫേസ് വാട്ടറിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ് കൺട്രോൾ ഓഫ് സബ് സർഫേസ് വാട്ടർ. നമുക്ക് ഈ സബ് സർഫേസ് വാട്ടറിനെ 4 രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് യൂസിങ് ബാരിയേഴ്സ്, സെക്കൻഡ് യൂസിങ് ലൈനേഴ്സ്, തേർഡ് യൂസിങ് വെൽസ് ആൻഡ് ഫോർത്ത് യൂസിങ് ഡ്രെയിൻസ് ആണ്. ഓക്കെ, ബാരിയേഴ്സ് എന്താ ചെയ്യുന്നത്? പേരിൽ തന്നെ അറിയാം, ഒരു ബാരിയർ, അവിടെ ഒരു ബാരിയർ കൊണ്ട് വെക്കുവാണ്. സോ ബാരിയർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാട്ടർ പിന്നെ ഫ്ലോ ചെയ്ത് പോകത്തില്ല. ആൻഡ് ഓൾസോ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ക്യാൻ ബി കൺട്രോൾഡ് ആണ്. ലൈനേഴ്സ് എന്താ യൂസ് ചെയ്യുന്നത്? ലൈനേഴ്സ് ആർ മെയിൻലി യൂസ് ടു പ്രിവെന്റ് ദ മൂവ്മെന്റ് ഓഫ് സബ് സർഫേസ് വാട്ടർ. നമ്മൾ ലൈനേഴ്സ് വെച്ച് കഴിഞ്ഞാൽ സബ് സർഫേസ് വാട്ടറിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ലൈനേഴ്സ് യൂസ് ചെയ്യുന്നത്. വെൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഡീ വാട്ടറിങ് ചെയ്യാനാണ്. ഇപ്പം നമ്മളൊരു പ്രസന്റ് ഒരു സൈറ്റ് എടുത്തു, അവിടെ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ അത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു വെല്ല് ഡിഗ് ചെയ്തിട്ട് അതുവഴി നമ്മൾ ഡീ വാട്ടർ ചെയ്ത് ലൈക്ക് ആ വെല്ല് വഴി നമ്മൾ ഡീ വാട്ടർ ചെയ്യും. അതിനാണ് നമ്മൾ വെൽസ് യൂസ് ചെയ്യുന്നത്. ഇനി ഡ്രെയിൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഡ്രെയിൻസ് ആർ യൂസ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഓൾസോ ടു ഡിറക്റ്റ് ഇറ്റ്സ് മൂവ്മെന്റ്. ഓക്കെ, സോ വി യൂസ് ബാരിയേഴ്സ്, ലൈനേഴ്സ്, വെൽസ് ആൻഡ് ഡ്രെയിൻസ് ആണ്. സോ ഓരോ മെത്തേഡിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഒത്തിരി ഉണ്ട്. സോ നമ്മൾ ഈ ബാരിയേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ മെഷേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ചില സമയത്ത് ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് സബ് സർഫേസ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. സോ ഏതൊക്കെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ എത്ര മാത്രമാണ് വെള്ളം കൺട്രോൾ ചെയ്യേണ്ടത്, പിന്നെ ഇപ്പം വലിയ വലിയ പ്രോജക്റ്റ് ആണോ ഒക്കെ, ക്യാഷ് ലൈക്ക് എക്കണോമിക് ക്രൈസിസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ബാരിയേഴ്സ് ആണ്. ബാരിയേഴ്സിന്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ് ബോർഡ് പൈൽസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ പൈൽസ് കൊണ്ട് ഇറക്കും. ഓക്കെ,
So what are bored piles? A series of overlapping large size boreholes-നെയാണ് നമ്മൾ bored piles എന്ന് പറയുന്നത്. Okay? They are soil mixers or line shaft excavators are used for digging the boreholes ആണ്. See, ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ബോർഡ് പൈൽസ് ഉണ്ടാക്കുന്നതെന്നാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സൈറ്റിൽ പോയിട്ട് ബോർഡ് പൈലിന് ഒരു കാസ്റ്റിംഗ് കാണും. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആ കാസ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം ഓക്കെ, ലൈക്ക് ഈ ഒരു ഫസ്റ്റ് പടത്തിൽ കാണാം, phase 1 is the installation of the casting. Second one, ആ കാസ്റ്റിനെ നമ്മൾ അകത്തേക്ക് ഡ്രിൽ ചെയ്ത് ഇറക്കും. എന്നിട്ട് ആ കാസ്റ്റിനകത്താണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് വെക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കോൺക്രീറ്റ് പോർ ചെയ്യും. സെക്യൂറിങ്ങും സെറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കേസിങ്, ഒരു കേസിങ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്, ആ കേസിങ് നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ബോർഡ് പൈൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഈ ബോർഡ് പൈൽസിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്രീസസ് വിത്ത് ദി ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽ. ഇപ്പം ഭയങ്കര കട്ടിയുള്ള റോക്ക് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഡ്രിൽ ചെയ്തെടുക്കാന്ന് പറയാൻ തന്നെ നമുക്ക് ഹെവി എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും, അപ്പോൾ അതിന്റെ കോസ്റ്റ് കൂടും. സോ അതനുസരിച്ചിട്ടാണ്, അതനുസരിച്ച് ഇപ്പം ഒത്തിരി ഹാർഡ് റോക്ക് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മുടെ ബോർഡ് പൈൽസിന്റെ യൂസ് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ നോക്കും, കാരണം ഒത്തിരി ക്യാഷ് ചെലവാണ്. See, and the technique can also be combined with that of slurry walls. Slurry walls എന്നാണ് നമ്മൾ ലൈനേഴ്സിലാക്കി കൂടുതലും പഠിക്കുക. സോ ബാരിയേഴ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോർഡ് പൈൽസ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് സ്ലറി വാൾ. സോ ഈ സ്ലറി വാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബാരിയർ ആണ്. എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു കുഞ്ഞു ട്രെഞ്ച് കുഴിക്കും. കുഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വലിയൊരു ട്രെഞ്ച് അല്ലേ കുഴിച്ചത്, സോ കുഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ ട്രെഞ്ചിന്റെ സൈഡിൽ നിന്ന് മണ്ണെല്ലാം കൂടി ഇളകി വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ആ ട്രെഞ്ചിനകത്ത് സ്ലറി അഥവാ ചെളി നിറയ്ക്കും. ചെളീന്റെ നിറയ്ക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ചെളീന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് ലൈക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ തള്ളാനാണ് ശ്രമിക്കുന്നത്. സോ ഈ ചെളി നിറച്ച് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ടു അവോയ്ഡ് ദ കൊളാപ്സിങ് ഓഫ് ദ വാൾസ് ഇൻ ടു ദ ട്രഞ്ച് ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സ്ലറി വോളിലേക്ക് ഒരു പൈപ്പ് ഇറക്കും. എന്നിട്ട് ഈ പൈപ്പിൽ കൂടി നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കും. ഓക്കെ, സോ ഈ കോൺക്രീറ്റ് ട്രെഞ്ചിൽ നിറയുന്ന അനുസരിച്ച് ചെളി ഡിസ്പ്ലേസ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. സോ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ സ്ലറി വോളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ പൈപ്പ് വെച്ചിട്ട് പൈപ്പ് ചെളിയിൽ കൂടി ഇറക്കിയിട്ട് ആ പൈപ്പിനകത്തോട്ട് നമ്മൾ കോൺക്രീറ്റ് ഒഴിക്കും. സോ കോൺക്രീറ്റ് ട്രെഞ്ചിൽ എത്തുന്ന സമയത്ത് അങ്ങനെ ഈ കോൺക്രീറ്റ് ഈ സ്ലറിനെ ഡിസ്പ്ലേസ് ചെയ്ത് അവസാനം ഫൈനലി ഈ ട്രെഞ്ച് മൊത്തം കോൺക്രീറ്റ് കൊണ്ട് നിറയും. സോ ഈ സെയിം മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിളിന് ചുറ്റും അത്രയും ട്രെഞ്ചസ് ഉണ്ടാക്കിയിട്ട് ആ ട്രെഞ്ചസിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാരിയർ ഉണ്ടാക്കുന്നത്. സോ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് ആ വീഡിയോ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം മനസ്സിലാവും. ഓക്കെ, സി ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്ലറി വാൾ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഒരു ബാരിയർ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ട്രെഞ്ച് ഉണ്ടാക്കും. ട്രെഞ്ച് എന്ന് പറയുന്ന ഒരു ഹോളാണ്, ഒരു ഡീപ്പ് ഹോൾ ഉണ്ടാക്കും. സോ ഈ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സൈഡ് വാൾസ് ഒക്കെ ഇതിനകത്തോട്ട് വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഹോള് മൊത്തം സ്ലറി അഥവാ ചെളി ഫില്ല് ചെയ്യിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ഇതിനകത്തോട്ട് എക്സേർട്ട് ചെയ്യും. ഈ പൈപ്പിനെ ട്രെമ്മി പൈപ്പ് എന്ന് പറയും. ഈ പൈപ്പ് വഴിയാണ് നമ്മൾ കോൺക്രീറ്റ് ഈ ട്രെഞ്ചിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി വീഡിയോയിൽ കാണാം കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്. കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതിനൊപ്പം അത്രയും ചെളി ഡിസ്പ്ലേസ് ആയി പോവാണ് അല്ലെ. സോ ഇപ്പൊ 3 ട്രെമ്മി പൈപ്പ്സ് ആണ് ഇറക്കി വെച്ചത്. സോ ഫസ്റ്റ് ട്രെമ്മി പൈപ്പ് വെച്ചിട്ട്
അത്രയും ഹൈറ്റിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു, മേളിലേക്ക് എടുത്തു, ആ പൈപ്പ് റിമൂവ് ചെയ്തു. സോ ആ പൈപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് പൈപ്പ് ഇരിക്കുമ്പോൾ ആ കോൺക്രീറ്റിന്റെ അകത്ത് തന്നെ ആ പൈപ്പ് ഇരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേളിലേക്കാണ് പൊങ്ങിയിരിക്കുന്നതെങ്കിൽ കോൺക്രീറ്റ് ചെളിയായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ടാമിനേറ്റഡ് ആയി പോകും. ഇതിപ്പോ കാണാം, ഇപ്പൊ ഇങ്ങനെ പൊങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന കോൺക്രീറ്റ് ചെളിയായിട്ട് മിക്സ് ചെയ്ത് പോകും, ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ നമ്മൾ പൈപ്പ് റിമൂവ് ചെയ്യണ സമയത്ത് ഈ ട്രെമി പൈപ്പ് ഒഴിച്ച കോൺക്രീറ്റ് ലെയറിന്റെ അകത്ത് തന്നെയാണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. സോ അങ്ങനെ നമ്മൾ ഓരോ ബാച്ച് ആയിട്ട് ആ ട്രെഞ്ച് പൈപ്പ് ഫുള്ള് കോൺക്രീറ്റ് വെച്ച് നിറയ്ക്കും. അതാണ് നമ്മൾ ഈ സ്ലറി വോൾ അഥവാ സ്ലറി വോൾ എന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ബാരിയർ ഉണ്ടാക്കുന്നത്. കോൺക്രീറ്റ് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞു, സ്ലറി ഒക്കെ ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പൈപ്പ് പൈപ്പ് എടുത്ത് മാറ്റും. സോ എനിക്ക് ആവശ്യമുള്ളൊരു ട്രെഞ്ച് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞല്ലോ. ഇതുപോലെ എനിക്ക് ഏത് ഷേപ്പിലാണ് ട്രെഞ്ച് ആവശ്യമുള്ളത് ഇടവിട്ട് ഞാൻ ട്രെഞ്ച് ഉണ്ടാക്കും. ഫൈനലി എന്നിട്ട് ബാക്കി എക്സ്കവേറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളൊരു ബാരിയർ ഉണ്ടാക്കിയിട്ട് ഈ നടുക്കുള്ള സാധനം എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ബാരിയർ ഉണ്ടാക്കും. ഓക്കെ, ഐ ഹോപ്പ് സ്ലറി വോള് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ വരുന്നതാണ് കീ റാംഡ് പൈൽസ് എന്ന് പറയുന്നത്. അതെന്താന്ന് പറഞ്ഞാല് നമ്മൾ ബോർഡ് പൈൽസിൽ ബോർ ചെയ്തിട്ട് പൈൽസ് സൈറ്റിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇപ്പൊ കീ റാംഡ് പൈൽസിൽ നമ്മൾ എന്താ പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് പൈൽസ് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, so these piles may be rammed into the ground using a pile driver. So pre-fabricated piles നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അടിച്ചിറക്കും ഗ്രൗണ്ടിലേക്ക്. അതിനെയാണ് നമ്മൾ key rammed piles എന്ന് പറയുന്നത്. In order to ensure water tightness, they are interlocked with slots and keys. നമ്മൾ ഡോറിലൊക്കെ സ്ലോട്ടും കീ വെച്ച് ലോക്ക് ചെയ്യുന്നില്ലേ, അതേ മെക്കാനിക് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് പൈൽസിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്, ഭയങ്കര ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഈ അടിച്ചിറക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ട് വരും. സോ ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് പൈൽസ് കൊണ്ടുവന്ന് അടിച്ചിറക്കുന്നത് എപ്പോഴും വീക്ക്ലി കൺസോളിഡേറ്റഡ് സെഡിമെന്റ്സിൽ മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ബാരിയേഴ്സിൽ ഫൈനലായിട്ടല്ല പിന്നെ വരുന്നത് ഷീറ്റ് പൈൽസ് ആണ്. ഓക്കെ, സോ ഷീറ്റ് പൈൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നത്തിങ് ബട്ട് വെർട്ടിക്കൽ കട്ട് ഓഫ് വോൾസ്. നമുക്ക് ഈ പടത്തിൽ തന്നെ കാണാം, വെർട്ടിക്കൽ കട്ട് ഓഫ് വോൾസ് ആണ് ഈ ഷീറ്റ് പൈൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പടത്തിൽ കാണാം ഓരോ ഷീറ്റ് ആയിട്ട് നമ്മൾ ഇറക്കി വെക്കുന്നത്. മറ്റേ ബോർഡ് പൈൽസിലൊക്കെ ഇപ്പൊ സർക്കുലർ ആണെങ്കിൽ ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഷീറ്റ് ആണ്. ഓക്കെ, so sheet piles consist of vertical cut-off walls constructed by driving strips of steel, precast concrete, aluminum or wood into the soil. So ഒരു precast sheet ആണ്, ഒന്നുകിൽ അലുമിനിയം അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ വുഡിന്റെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സൈറ്റിലേക്ക് നേരത്തെ പോലെ റാം ചെയ്ത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. Corrugated sheets of irons that are shaped in such a way that they interlock with sealable joints are used. Okay, so interlocking sheets are assembled before installation and driven or vibrated into the ground by about a meter at a time until the desired depth is achieved. Sheets are sealed by injecting grout into the joints between the metal sheet piles. സോ നമ്മൾ മെറ്റൽ ഷീറ്റ് പൈൽസ് ഇറക്കി കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു കണക്ഷൻ വരാൻ വേണ്ടി നമ്മൾ അവരുടെ ഇടയിലുള്ള സ്പേസിൽ ഗ്രൗട്ടിങ് ചെയ്യും. ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ഒരു മിക്സ് അഥവാ PCCന്റെ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചിട്ട് ഗ്രൗട്ടിംഗ് ചെയ്തിട്ടാണ് അവർ തമ്മിലൊരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Continuous sheet piling walls can potentially be driven to depth of some 90 meter. ഒത്തിരി ലെങ്ത്തും ഒത്തിരി ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് കണ്ടിന്യൂസ് ഷീറ്റ് പൈൽസ് കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. പകരം പാർട്ടായിട്ട് കൊണ്ട് വെച്ചിട്ട് ഈ പാർട്സ് തമ്മിൽ പിന്നെ ഗ്രൗട്ടിംഗ് വഴി ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇഫ് ദ ഡെപ്ത് ഇസ് ലിമിറ്റഡ് 90 മീറ്റർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഷീറ്റ് പൈൽസ് കൊണ്ട് ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, അടിച്ചിറക്കുന്നത് കൊണ്ട് ഇവിടെയും നമ്മൾ ഒരു അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സാൻഡ്
സ്റ്റാൻഡിലായിരിക്കും യൂഷ്വലി നമ്മൾ ഈ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇഞ്ചക്ഷൻ വോൾസ് ആണ്. പിന്നെ വരുന്ന ഈ ഇഞ്ചക്ഷൻ വോൾസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം കണ്ടതിൽ സർക്കുലർ ബോർഡ് പൈൽസ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ സ്ലറി വോൾ ടെക്നിക്ക് വഴി ബാരിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഐ ഷേപ്ഡ് പൈൽസ്, നമ്മുടെ ലെറ്റർ ഐ ഷേപ്ഡ് പൈൽസിനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കും. എന്നിട്ട് ഇതിനെ തിരിച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ഒരു ഹോളോ സ്പേസ് ഫോം ചെയ്യില്ലേ, ആ ഹോളോ സ്പേസിനകത്ത് എന്താ ചെയ്യുക, ഒന്നെങ്കിൽ ബെന്റനൈറ്റ് അല്ലെങ്കിൽ സിമെന്റ് ബെന്റനൈറ്റ് സ്ലറി വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. അങ്ങനെ ഇതിന്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് നമ്മൾ ചെയ്യും. ഓരോ സെക്ഷനും ഓവർലാപ്പ് ചെയ്തിട്ട്, എന്നുവെച്ചാൽ ഒരു സെക്ഷൻ പ്രിസീഡിങ് വണ്ണായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ വോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്താ സംഭവിക്കുക, നമ്മളൊരു ബാരിയർ തന്നെ create ചെയ്യും. See, each section overlaps with the preceding one to provide good keying in and water tightness. And last ആയിട്ട് വരുന്നതാണ് ground injection curtains എന്ന് പറയും. ഈ ഗ്രൗണ്ട് ഇഞ്ചക്ഷൻ കർട്ടൻസിൽ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എവിടെ നിന്നാണോ വെള്ളത്തിന്റെ ഫ്ലോ നിർത്താനുള്ളത് ആ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു നീഡിൽ പോലത്തെ സാധനം കൊണ്ടുവച്ചിട്ട് നമ്മൾ ഹോൾസ് ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് ആ ഹോൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൗട്ട് അല്ലെങ്കിൽ സിമെന്റ് വിത്ത് എനി അതർ മെറ്റീരിയലിന്റെ മിക്സ് നമ്മൾ ആ സ്പേസിൽ ആ ഹോളിൽ നിറയ്ക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മൊത്തം നമ്മളിങ്ങനെ എന്തെങ്കിലും ഫില്ലേഴ്സ് വെച്ച് നിറച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്കൊരു ബാരിയർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ദേ ആർ constructed by pushing hollow injection tubes into the ground ആണ്. Okay, and then the groundwater flow is impeded by the grout which solidifies in the interstitial pore space. ആ pore സ്പേസിനകത്തുള്ള ഗ്രൗട്ട് സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്താ പറ്റുന്നത്, ഈ ഗ്രൗണ്ട് വാട്ടർ മൂവ്മെന്റ് നമുക്ക് തടയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നായിരുന്നു. ബോർഡ് പൈൽസ് നമ്മൾ എന്താ ചെയ്തത്, സൈറ്റിൽ ബോർ ചെയ്തിട്ട് പൈൽസ് ഉണ്ടാക്കുന്നതാണ് ചെയ്തത്. പിന്നെ നമ്മൾ സ്ലറി വോള് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ബാരിയർ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, കീ റാംഡ് പൈൽസ്, ഓൾറെഡി പ്രീകാസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന പൈൽസിനെ നമ്മൾ സൈറ്റിലേക്ക് റാം ചെയ്ത് ഇറക്കി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് പൈൽസ് യൂസ് ചെയ്യും. അതും ഈ പൈലിംഗ് പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ ഷേപ്പിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ ഐ വോൾസ്, ഇഞ്ചക്ഷൻ വോൾസ്, പിന്നെ ഗ്രൗട്ട് ഇഞ്ചക്ഷൻ കർട്ടൻസ്, ഇതാണ് മെയിൻ ആയിട്ട് ബാരിയേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്.